ഹലോ അസ്സാമു അലൈക്കും. എൻ്റെ പെരുന്നാൾ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിലൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ടർ കസ്റ്റർഡ് പുഡിങ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്, അതായത് 2 പേക്ക്. പിന്നെ നമുക്ക് ചൈന ഗ്രാസ് വേണം. അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടി, ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അടുത്തതായി നമുക്ക് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ നോർമൽ പാല്, അതായത് ചൂടാക്കാത്ത പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഇത് ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം പാല് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അൺസാൾട്ടഡ് ബട്ടർ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ പാല് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. പാലൊന്ന് ജസ്റ്റ് ചൂടായിട്ട് വരുമ്പോഴാണ് ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 50 ഗ്രാമോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു പാലിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മുടെ ബട്ടർ ഇതിൽ കിടന്നിങ്ങനെ മെൽറ്റായി വരും. ഈ ഒരു പുഡിങ്ങിൽ ഈ ബട്ടറിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മളിങ്ങനെ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് പുഡിങ് തന്നെയാണ് കേട്ടോ. നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആകാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ ഇപ്പം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കസ്റ്റർഡ് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു പകുതി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ മധുരം കുറച്ചും കൂടി കൂട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ മാറ്റി വെച്ച ചൈന ഗ്രാസ് ആണ് അടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ചൈന ഗ്രാസ് വേറെ തിളപ്പിച്ച്, അതായത് ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നില്ല, ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ കിടന്നുകൊണ്ടാണ് നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി മാറുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ കസ്റ്റർഡിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ, അതുപോലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കുറുകി വരുന്ന ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് ബ്രെഡ്. നല്ല ടേസ്റ്റ് കുറച്ചും കൂടി കൂടാനായിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 4 5 സ്ലൈസ് ബ്രെഡിൻ്റെ ഇത് എടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇതിങ്ങനെ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. എന്നിട്ടാണ് ഇനി ഈ ഒരു പുഡിങ്ങിൻ്റെ ബാക്കി പണി ചെയ്യാനുള്ളത്. അപ്പം നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു കസ്റ്റർഡ് ബട്ടറിൻ്റെ മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഇടുന്നത്. മുഴുവനായിട്ട് ഇട്ടിട്ട് തെറിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ അടിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 2 എണ്ണമായിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടോപ്പിങ്സ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ്, അതുപോലെ ആൽമണ്ട്സോ പിസ്തയോ എന്ത് നട്ട്സും യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ വേണം കേട്ടോ, കാരണം ഈ ഒരു പുഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നട്ട്സ് കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഏത് നട്ട്സും യൂസ് ചെയ്ത് ചെയ്യാം. ഞാൻ പിന്നെ ഒരു ക്ലീൻ ഫിലിമോ ഉണ്ട്, ഇതൊന്ന് വാർപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ എന്താ നിങ്ങൾക്ക് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ആ തണുപ്പ് കിട്ടുമ്പോഴാണ് ആ പുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ പുഡിങ് ഇതിപ്പോൾ ഞാനൊരു 6-7 മണിക്കൂർ വെച്ചിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന ബട്ടർ കസ്റ്റർഡ് പുഡിങ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിലോ അങ്ങനെ എന്ത് ഫംഗ്ഷനിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.